ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ വീഡിയോ. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ വീണ്ടും നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണെന്ന് വെച്ചാൽ ഓക്കെ അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബെഡ്റൈൻ 3Dയിൽ കണക്ക് ഒരു നോർമലായിട്ടുള്ള സ്റ്റോറി വീഡിയോ ആയിട്ടാണ് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കണം. ഇന്നത്തെ സ്റ്റോറി വീഡിയോ വേറെ ലെവൽ എന്ന് വെച്ചാൽ വേറെ ലെവല് സ്റ്റോറി വീഡിയോ ആണ്. എല്ലാവരും കാണുന്ന ഒരു സ്റ്റോറി വീഡിയോ ആണ്. ഓക്കെ, ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പേരൊക്കെ എന്തായാലും വീഡിയോസ് കണക്ക് അത്യാവശ്യം എന്തായാലും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവരും എന്തായാലും മിസ് ചെയ്യാതെ എന്തായാലും നമ്മുടെ വീഡിയോസ് കണക്കാണ്. അപ്പോൾ ഇതിലോട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതിലോട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എന്തായാലും എനേബിൾ ആവുന്നതാണ്. ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ ഓക്കെയാണ്. അപ്പോൾ എല്ലാവരും തന്നെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യാത്തതുകൊണ്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ബെല്ലൈക്കനും എനേബിൾ ചെയ്ത വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് അപ്പോഴും എന്തായാലും നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവുന്നതാണ്. ഓക്കെ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ചില പുതിയൊരു കിടലൻ വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. ഇതിലായിട്ട് ആരെങ്കിലും ഷെയർ ചെയ്യാത്തതാണ് ഇപ്പോഴും തന്നെ പോയി ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഈ ഒരു വീഡിയോസുകളൊക്കെ ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണ് ഇപ്പോഴും തന്നെ പോയി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാത്തതാണ് ഇപ്പോഴും തന്നെ പോയി ലൈക്ക് ചെയ്യുക. വീഡിയോസുകളൊക്കെ സ്കിപ്പ് ചെയ്യാതെ തന്നെ എന്തായാലും കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഇന്നത്തെ ഒരു സ്റ്റോറി വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് ഗോ സ്റ്റാർട്ടഡ്. ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും രാവിലെ തന്നെ ഗൈസ് എന്തായാലും എണീറ്റിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഞാനാണെങ്കിൽ രാവിലെ തന്നെ എണീറ്റിട്ട് എന്തായാലും ഗൈസ് നമ്മുടെ ഏതാണ് പണിക്കും കയറിലൊക്കെ പോകാനായിട്ട് എന്തായാലും നിൽക്കുകയാണ്. ഓക്കെ, എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ, വലിയൊരു പണിയും കയറിലൊക്കെയാണ് ഞാൻ എന്തായാലും ചെയ്യണത്. ഓക്കെ, ഒരു കൺസ്ട്രക്ഷൻ ഏരിയയിലാണെങ്കിൽ സിമെൻറ്റ് വെക്കണ ജോലിയും കയറിലൊക്കെയാണ് എനിക്ക്. ഓക്കെ, എന്ത് ചെയ്യാനാണ് ഗൈസ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ആയിപ്പോയില്ലേ. ഓക്കെ, എന്നെ എല്ലാവരും ഫ്രാങ്ക്ലിൻ സിമെൻറ്റ് ചാക്ക് പൊക്കണവനെന്നാണ് ഗൈസ് എന്തായാലും വിളിക്കണത്. ഓക്കെ, ഫ്രാങ്ക്ലിൻ സിമെൻറ്റ് പൊക്കണ കാരണം എന്നൊക്കെയാണ് വിളിക്കണത്. ഓക്കെ, അത് കേട്ട് എനിക്ക് മടുത്തു. ഓക്കെ, ഇതെന്താണ് രാവിലെ തന്നെ ജോലിക്ക് പോകാനും സമ്മതിക്കില്ല. ഓക്കെ, ഞാൻ എന്ന് വൈകിയാണ് പോകണം. ഓക്കെ, ഇവിടെ ഏവനോ വണ്ടിയൊക്കെ കൊണ്ട് ഫ്രണ്ട് കിട്ടും. ഓക്കെ, പിന്നെ ഇവിടെയുള്ള എല്ലാവരും റിച്ച് ടീമാണ്. ഓക്കെ, ഈ ചെറിയ വീട് താമസിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഇവർക്കൊക്കെ വലിയ വീടൊക്കെ ഉണ്ട്. ഓക്കെ, ഭയങ്കര നമ്മളെക്കാളും നല്ല പാവപ്പെട്ടവർക്ക് വരെ കേസ് നല്ല വണ്ടികളൊക്കെ ഉണ്ട് കേസ്. ഓക്കെ, അതെങ്ങനെയൊക്കെയാണെന്ന് എനിക്കൊരു ഐഡിയ തന്നെ എന്തായാലും ഇല്ല. ഓക്കെ, നമ്മളെക്കാളും കുറേ കൂടെ പാവപ്പെട്ടവർ ഇവിടെ ഉണ്ട്. പക്ഷെ അവർക്കൊക്കെ വണ്ടികൾ നല്ലതുണ്ട്. ഓക്കെ, എൻ്റെ ലാഗെയുള്ളൊരു പേട്ട ഒമിനിയാണ്. ഓക്കെ, അതെൻ്റെ അച്ഛൻ്റെ വണ്ടി കയറുകയാണ്. ഓക്കെ, ഇത്രയും പഴക്കമുള്ള വണ്ടിയാണ്. ഓക്കെ, അതൊരു മാരുതി സുസുക്കിയുടെ ഒമിനിയാണ്. ഓക്കെ, നല്ല പഴയ വണ്ടിയാണ്. ഓക്കെ, വണ്ടിയെ കുറ്റം പറയണതല്ല, നല്ല പഴയ വണ്ടി ആയിട്ടാണ്. ഓക്കെ, ആ വണ്ടിക്ക് ഇപ്പോഴേ കുറേ പ്രശ്നങ്ങളൊക്കെ വന്നു തുടങ്ങി. എന്നും ഞാൻ എന്തായാലും സർവീസ് സെൻറ്ററിൽ ഇട്ട് ഓരോ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, കംപ്ലീറ്റ്ലി ഡാമേജ്ഡ് ആണ്. ഓക്കെ, പുതിയൊരു വണ്ടി വാങ്ങാനായിട്ട് കയ്യിൽ 10 പൈസയും ഇല്ല. ഓക്കെ, ഇവിടെ തന്നെ ഒരു സ്വിഫ്റ്റൊക്കെ കിടപ്പുണ്ട്. എനിക്ക് ഇതുപോലും വാങ്ങാൻ പറ്റണില്ല ഗൈസ്. അങ്ങനത്തെയാണ് അവസ്ഥയും കാര്യങ്ങളും. ഓക്കെ, അപ്പം എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഗൈസ്. ഓക്കെ, നമുക്കെന്തായാലും ഗൈസ് എങ്ങനെ എന്തായാലും ഗൈസ് നമുക്കെന്തായാലും കുറച്ച് പൈസയും കാര്യങ്ങളൊക്കെ ഗൈസ് എന്തായാലും നൈസായിട്ട് എന്തായാലും ഉണ്ടാക്കണം. ഓക്കെ, എന്നിട്ട് നമുക്ക് നല്ലൊരു വണ്ടിയും കണക്കെ എന്തായാലും വാങ്ങണം. ഓക്കെ, എന്നാലേ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഈ പേട്ട ഒമിനി വെച്ചോണ്ടെന്നാലും നടക്കേണ്ടി എന്നാലും വരും ഗൈസ്. അതാണ് കുഴപ്പം. ഓക്കെ, ഇവിടെയുള്ള എല്ലാവർക്കും നല്ല വണ്ടികളുണ്ട്. ഫ്രണ്ടിലത്തെ വീട്ടിലുള്ള ഇയാളാണ് ഏറ്റവും റിച്ച്. ഓക്കെ, ഇയാളുടെ കയ്യിലുണ്ട് ഏറ്റവും പുതിയ മഹീന്ദ്ര താറിൻ്റെ റോക്സ് ഉണ്ട്. അതേപോലെ തന്നെ കണ്ട ഫെരാരി ഉണ്ട്, ഒരു കിഡിലെ ഫെരാരിയും കാര്യങ്ങളൊക്കെയാണ് ഇയാളെ. ഫെരാരി ഉണ്ട്. അതേപോലെ തന്നെ ഇപ്പുറത്തെ വീട്ടിലുള്ള ആളാണ്. ഇയാൾക്ക് ഇവിടെ ഇടാൻ ഇത്രയും സ്ഥലം ഉണ്ടായിട്ടല്ലോ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലാണ് ഇടണൊക്കെ ഉണ്ട്. എല്ലാവരും എന്നെ വില കുറച്ചാണ് കാണണം. ഓക്കെ, എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് അത്ര കേടോ. ഇപ്പം എന്ത് ചെയ്യാനാണ് വണ്ടി എടുത്ത് മാറ്റാനും പറ്റത്തില്ല. ഓക്കെ, അയാളെ 2 വണ്ടി ഇവിടെയാണ് കേട്ടോ. ഓക്കെ, അയാളെ 2 വണ്ടി ഇതാണ്. ഓക്കെ, അയാൾ അത്യാവശ്യം നല്ല മില്യണയറാണ്. ഓക്കെ, അത്യാവശ്യം നല്ല പൈസയൊക്കെ ഉണ്ട്. ഓക്കെ, ഇവിടെയുള്ള എല്ലാവർക്കും നല്ല നല്ല വീടുകളുണ്ട്. തൽക്കാലത്തേക്ക് ഇവിടെ താമസിക്കണതാണ്. ഓക്കെ, കാരണം അപ്പുറത്തൊക്കെ ഒരു ഫോർച്യൂണർ കിടക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ബാക്കി കൂടെ എടുക്കാൻ കേസ്, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, കയ്യിലാണെങ്കിൽ 10 പൈസയും ഇല്ല. ഓക്കെ, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. ഓക്കെ, ഇന്നലെ ആണെങ്കിൽ ഒന്നും തന്നെ കഴിച്ചില്ല. എൻ്റെ 10 പൈസയില്ല കേസ്. ഓക്കെ, ആകപ്പാടുള്ള 2 രൂപയാണ്. ഓക്കെ, 2 രൂപ വെച്ച് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞോളൂ. ഓക്കെ, 2 രൂപ വെച്ചാണെങ്കിൽ 2 ഷാമ്പു വാങ്ങാം തലയത്തേക്ക്. അതുകൊണ്ടിപ്പോൾ ഞാൻ എനിക്ക് എന്തെങ്കിലും കുടിക്കാനോ കഴിക്കാനോ വല്ലതും വേണം. പക്ഷേ ഗൈസ് കയ്യിൽ 10 പൈസയില്ല. അത് മാത്രമല്ല ഈ വണ്ടിയിലാണെങ്കിൽ പെട്രോളും ഇല്ല. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കെന്തായാലും ഇന്നെന്തായാലും കൺസ്ട്രക്ഷൻ ഒരു സൈറ്റിലോട്ട് പോവാം. അല്ലെങ്കിൽ വേണ്ട, ഇന്ന് പോകണോ? ഇന്ന് പോയിട്ട് പ്രത്യേകിച്ച് വലിയ പണിയൊന്നുമില്ല. ഇന്ന് പോയാലും വലിയ പൈസയൊന്നും കിട്ടില്ല. ആകെ എനിക്ക് ഒരു ദിവസം കിട്ടണത്
200 രൂപയാണ് ഇത്രയും സിമെൻ്റൊക്കെ പൊക്കണേന്. 200 രൂപ കിട്ടിയിട്ട് ഞാൻ എന്തോണിയേ, ഒരു വഴിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് നേരെ ഈ വണ്ടി എടുത്തോണ്ട് നേരെ അങ്ങോട്ട് പോവാം കേസൊക്കെ, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ, അല്ല ഇതെന്താണ്, ഒരാൾ കൈ കാണിക്കണല്ലോ, ഒരു ചേച്ചി. എന്താണെന്നോ സംഭവം, നമുക്ക് ആ ചേച്ചിയോടെ പോയി സംസാരിക്കാം. ഓക്കെ, ഒരു ചേച്ചി കണക്ക് നടന്നു പോകുന്നുണ്ട്. എന്താണ് ചേച്ചി, എന്താണ് എന്നെ കൈ കാണിച്ച് വിളിച്ച? അത് പിന്നെ ചേട്ടാ, എനിക്കാണെങ്കിൽ ഒരു ചെറിയൊരു സഹായം ചെയ്തു തരുമോ? എന്താണ് ചേച്ചി? അത് പിന്നെ ചേട്ടാ, എൻ്റെ ഒരു വണ്ടിയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കിടപ്പുണ്ട്. ചേട്ടാ ആ വണ്ടി ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എടുത്തു തരുമോ? പോലീസ് സ്റ്റേഷനല്ല, വണ്ടിയോ? ഇല്ല എന്നെ കൊണ്ടൊന്നും വയ്യ, ഒന്ന് പോവാ ചേച്ചി. എന്നിട്ടാണ് വല്ല പോലീസ് എന്നെ പിടിച്ച് അകത്തിടുക. ഒന്നാമത് എൻ്റെ കയ്യിൽ 10 പൈസയല്ല, ഇനി ജയിലും കൂടെ ആയിക്കഴിഞ്ഞാൽ പണിപ്പാള്. അയ്യോ ചേട്ടാ വിഷമിക്കണ്ട, ചേട്ടനൊന്നും തന്നെ പറ്റൂല. ചേട്ടനെ കണ്ടപ്പോഴേ മനസ്സിലായി ഒരു അടിപൊളി ഒരു കാറൊക്കെ ഈസി ആയിട്ട് എടുക്കാൻ പറ്റിയ ഒരാളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ ചേട്ടനോട് സഹായം ചോദിച്ചത്. പ്ലീസ് ചേട്ടാ, അതെൻ്റെ ഫേവറേറ്റ് വണ്ടിയാണ്, അതെൻ്റെ അച്ഛൻ്റെ ബർത്ത്ഡേക്ക് തന്ന വണ്ടിയാണ്. പ്ലീസ് ചേട്ടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്, എനിക്ക് എങ്ങനെയെങ്കിലും ആ വണ്ടി ഒന്ന് എടുത്തു തന്നാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പ്ലീസ് ചേട്ടാ, പ്ലീസ് പ്ലീസ്. സ്വന്തം അനിയത്തിയെ പോലെ എന്നെ കണ്ടിട്ട് എനിക്ക് ആ വണ്ടി ഒന്ന് എടുത്താ. പ്ലീസ് ചേട്ടാ, പ്ലീസ് 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 ചേട്ടാ, പ്ലീസ് ചേട്ടാ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി ചേച്ചിക്കിപ്പോൾ എന്താണ് വേണ്ടത്? വണ്ടിയല്ലേ? ആ വണ്ടി എവിടെയാണ് കിടക്കണ? ചേട്ടാ ഞാൻ പറഞ്ഞല്ലേ, പോലീസ് സ്റ്റേഷനിലാണ് ആ വണ്ടി കിടക്കണ. പോലീസ് സ്റ്റേഷനിൽ അതിച്ചിരി സീനാണ്. എന്നാലും ഞാൻ എടുത്തു തരാം. സ്വന്തം അനിയത്തിയെ പോലെ കണ്ട് ഞാൻ എടുത്തു തരാം. താങ്ക് യു ചേട്ടാ. ചേട്ടനാണ് ഞാൻ ലൊക്കേഷൻ അയച്ചിട്ടുണ്ട്, അവിടെയാണ് ആ ഒരു വണ്ടി കിടക്കണത്. ശരി ചേച്ചി, ഞാൻ വണ്ടി എടുത്തിട്ട് വരാം. വണ്ടി പിന്നെ എവിടെ തരണം ചേച്ചി? ആ ലൊക്കേഷനും കൂടെ ഞാൻ അയച്ചുതരാം ചേട്ടാ, അവിടെ കൊണ്ട് തന്നാൽ മതി. പ്ലീസ് ചേട്ടാ, എനിക്ക് ആ വണ്ടി വേണം. എൻ്റെ കയ്യിൽ നിറയെ വണ്ടികൾ, നിറയെ പൈസയൊക്കെ ഉണ്ട്, പക്ഷെ ആ വണ്ടി എൻ്റെ അച്ഛൻ തന്ന വണ്ടിയാണ്. അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട വണ്ടിയാണ്, പക്ഷെ അത് പോലീസ് പിടിച്ചെടുത്ത്. പ്ലീസ് ചേട്ടാ, ആ വണ്ടി ഒന്ന് എടുത്തുക. ശരി ചേച്ചി, ആ വണ്ടി എടുത്തു തരാം. ഓക്കെ, ഇവിടെ ഇപ്പം എന്തായാലും ഒരു ചേച്ചിക്കാണെങ്കിൽ ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കുമെന്ന് ചോദിച്ച് കേസൊക്കെ. എന്ത് ചെയ്യാനാണ് കേസൊക്കെ, നമുക്ക് സഹായം ചെയ്ത് കൊടുക്കും. ഓക്കെ, സഹായം ചെയ്തിട്ടും വലിയ കാര്യമൊന്നുമല്ലേ, നമ്മുടെ കയ്യിൽ 10 പൈസയില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്ത് നമുക്ക് എന്തായാലും നൈസായിട്ട് ഈ ഒരു വണ്ടി എടുത്തോണ്ട് നേരെ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ വണ്ടി അങ്ങ് അടിച്ച് മാറ്റി അങ്ങ് എടുക്കാം. എങ്ങനെയെങ്കിലും എടുക്കണം കേസ്, അല്ലെങ്കിൽ ശരിയാവത്തില്ല. ഓക്കെ, ചേച്ചിക്ക് ആ വണ്ടി എടുത്ത് കൊടുക്കണം. ഓക്കെ, നമുക്ക് അപ്പോൾ അങ്ങോട്ട് നേരെ എന്തായാലും പോവാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് ഇവിടെ ഇപ്പം എന്തായാലും ഗൈസ് ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇതാണ് ഗൈസ് ഇന്ത്യയിലുള്ള സ്പെഷ്യൽ മെയിൻ ആയിട്ടുള്ള പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇവിടെയാണ് ആ ഒരു ചേച്ചി അയച്ചെന്ന ആ ഒരു ലൊക്കേഷൻ കാണാൻ കാണിക്കണം. ഓക്കെ, പോലീസ് സ്റ്റേഷൻ. ഓക്കെ, അതേപോലെ തന്നെ ആ വണ്ടിയുടെ ലൊക്കേഷൻ ഇവിടെയാണ് കാണിക്കണം. ഓക്കെ, പക്ഷേ വണ്ടി എവിടെയാണെന്ന്, ഇവിടെ ഒരൊറ്റ പോലീസ് വണ്ടി പോലും ഞാൻ കണ്ടില്ല ഗൈസ്. ഓക്കെ, അതാണ് വേറെ സംഭവം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഒമിനികളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യും. എൻ്റെ പൊന്നെ, എന്തൊരു വണ്ടിയാണെന്ന് ഗൈസ്, കംപ്ലീറ്റ്ലി അടിച്ച് പോയി കിടക്കുകയാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും ഒരു പുതിയൊരു വണ്ടി സെറ്റാക്കണം. ഓക്കെ അതിനുമ്പായിട്ടൊരു സഹായമൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ, കണ്ടോ നമ്മുടെ വണ്ടിയുടെ ഗ്ലാസ് ഉൾപ്പെടെ എല്ലാം പൊളിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും പതുക്കെ ഗൈസ് എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് നോക്കാം. എൻ്റെ തന്നെ വേറെ വെപ്പൺസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇവിടെ വണ്ടി വാങ്ങാനേ പൈസ ഇല്ല, അപ്പോഴാണ് വെപ്പൺ. ഓക്കെ, വണ്ടി പോട്ടെ, ഫുഡ് വാങ്ങാൻ പോലും പൈസ ഇല്ല എൻ്റെ കയ്യിൽ. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിന്ന് ഒളിഞ്ഞ് നോക്കുകയാണ്. പക്ഷെ ഇവിടെ ഒന്നും തന്നെ ഒറ്റ മനുഷ്യരോലും കാണാനായിട്ടില്ല. ഓക്കെ, ഇവിടെ 2-3 പോലീസുകാർ നിൽപ്പുണ്ട്, പിന്നെ അകത്ത് കുറച്ച് പോലീസുകാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ കണ്ടതാണ്. അതല്ലാതെ വേറെ പോലീസുകാരോ കാര്യങ്ങളൊന്നും തന്നെ എന്തായാലും ഇവിടെ എന്തായാലും ഇല്ല കേസ്. ഓക്കെ, അതാണ്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യും, നമുക്കാണെങ്കിൽ നൈസായിട്ട് ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ ബാക്കിലൊന്ന് നൈസായിട്ട് എന്തായാലും പോയി നോക്കാം. ചിലപ്പോൾ അവിടെ എന്തായാലും എന്തെങ്കിലും കണ്ടാലോ. ഓക്കെ, അവിടെ എന്തെങ്കിലും ചിലപ്പോൾ വല്ല വണ്ടികളോ വല്ലോ ഉണ്ടായിരിക്കും. ഇതിൻ്റെ അകത്ത് പക്ഷേ ഇപ്പോൾ ഞാൻ ഒന്നും തന്നെ കണ്ടില്ല. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഇതിൻ്റെ സൈഡിലോട്ടൊന്ന് എടുത്ത് ചാടാം. ഓക്കെ, നമുക്ക് നൈസായിട്ട് എന്തായാലും ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് എടുത്തൊന്ന് ചാടാം. ഓക്കെ, പോലീസുകാരും എല്ലാം കണ്ടു കഴിഞ്ഞാൽ തീർന്ന്. എൻ്റെ അമ്മേ കാണല്ലേ, ജസ്റ്റ് മിസ്സേഴ്സ് കണ്ടില്ല. ഓക്കെ, കണ്ടിരുന്നെങ്കിൽ തീർന്ന്. ഓക്കെ, എൻ്റെ കാര്യം തീർന്ന്, ഞാൻ ചത്ത്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഓടാം. പക്ഷെ ഇവിടെ ഒന്നും തന്നെ കാണാനില്ല, അത് ഏത് വണ്ടിയാണെന്ന് ചേച്ചി പറഞ്ഞില്ല. ഓക്കെ, എന്നാൽ എനിക്ക് ഈസിയായിട്ട് കണ്ടുപിടിക്കായിരുന്നു. പക്ഷെ ഇവിടെ ഇപ്പോൾ ഒരു പോലീസുകാരുടെ വണ്ടി പോലും ഇല്ലല്ലോ. ഓക്കെ, ഇവിടെ നിന്ന് പതുക്കെ ഒളിഞ്ഞു നോക്കാം. കേട്ടോ, ഇവിടെ ഒന്നും തന്നെ ഇല്ല. പിന്നെ എന്താണ് ചേച്ചീനെ പറ്റിച്ചാണെന്തോ എന്നെ പോലീസിലെല്ലാം പെടുത്താൻ വേണ്ടിയിട്ട്. ഓക്കെ,
അതായത് ഞാൻ ഉദ്ദേശിച്ച ചില തന്നെ പോലീസിലോ വല്ല പെടുത്താൻ വേണ്ടിയിട്ടുള്ള വല്ല ഐഡിയ വല്ല ആണെന്ന് തന്നെ വല്ല ശത്രുവും വല്ല ആണെന്ന് തോന്നി ആ ചേച്ചിയൊക്കെ. പക്ഷെ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയില്ല. ഡേയ് ഇതേത് വണ്ടി? ഷെടാ ഇത് മറ്റേ ടൊയോട്ട ഫോർച്യൂണർ അല്ലേ ഗൈസ്? ഈ കാർ വേറെ ലെവലെ വണ്ടി കേരളൊക്കെയാണ്. എൻ്റെ മോനെ ഗൈസ്, ഒരു സാധാരണ ടൊയോട്ട ഫോർച്യൂണറിന് 4 വലിയ ടയറൊക്കെ വെച്ചൊരു മോൺസ്റ്റർ കാറാക്കി മാറ്റിയേക്കാണ്. എൻ്റെ മോനെ, എൻ്റെ എൻജിനും ബാക്കി പാർട്സ് എല്ലാം സിസ്റ്റം അടിയിലാണ്. ഇത് എൻജിനാണെന്ന് എനിക്ക് ചെറിയ സംശയമുണ്ട്. എൻജിൻ പോലെയാണ് ഇരിക്കണത്. അതേപോലെ തന്നെ 4 വലിയ ടയറുമാണ്. വലിയൊരു ഫ്രെയിമിലാണ് ഈ വണ്ടി ഇറക്കി വെച്ചേക്കണത്. എൻ്റെ മോനെ ഒന്നും പറയല്ല, വിഷയം വണ്ടിയാണ്. 4 ടയർ ഇറക്കിയിട്ട് വലിയ ഇതേപോലത്തെ ടയർ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല ഈ വണ്ടിയുടെ പെയിൻറ് കണ്ട, സത്യം പറയുന്നത് കാണുന്ന സമയത്ത് സാധാരണ ഓറഞ്ച് പെയിൻറ് അല്ലെങ്കിൽ ഓറഞ്ച് റാപ്പെന്നൊക്കെ തോന്നത്തുള്ളൂ. പക്ഷെ ഇത് കണ്ടോ, ഒറിജിനൽ ഗോൾഡാണ്. അപ്പോൾ ഇതെല്ലാം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ചേച്ചിക്ക് ഇത്രയും ടെൻഷനൊക്കെ. പുള്ളിക്കാരത്തിൻ്റെ അച്ഛൻ വാങ്ങിച്ചു കൊടുത്ത വണ്ടി ആയിരിക്കും ഒക്കെ. അതെങ്കിലും ബർത്ത്ഡേ ഒക്കെ എല്ലാം വാങ്ങിച്ചു കൊടുത്തായിരിക്കും ഒക്കെ. നമുക്ക് നൈസായിട്ട് എന്നാൽ ഈ ഒരു വണ്ടിയുടെ അകത്ത് ഓ ഗൈസ്, ഈ വണ്ടി ലോക്കാണ്. ശേ, എപ്പോഴേ തോന്നി. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് എന്തായാലും പതുക്കെ ഗൈസ് എന്തായാലും ഈ ഒരു പോലീസ് സ്റ്റേഷൻ്റെ അകത്തോട്ട് കയറാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ കീ പോയി എടുത്തിട്ട് വരാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാനായിട്ട് പറ്റത്തില്ല ഗൈസ്. ഓക്കെ, കീ പോയി എടുത്തിട്ട് എന്നാലും വരാം ഗൈസ്. ഓക്കെ, കീ ഇല്ലെങ്കിൽ ഒന്നും തന്നെ നടക്കത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും പതുക്കെ ഒരു ഐഡിയ ഉണ്ട്. ഓക്കെ, മിക്കവാറും കീ സാധനങ്ങളൊക്കെ ചിലപ്പോൾ മുകളിലത്തെ എവിടെയെങ്കിലും ആരും വെച്ചിരിക്കണം. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് പതുക്കെ എങ്ങനെയെങ്കിലും ഈ സൺഷെയ്ഡ് വരെ ചാടി ആ ഗ്ലാസ് വഴി ചാടി കീ എടുത്തിട്ട് വരാം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും നോക്കാം ഗൈസ്. ഞാൻ ഒന്ന് ശ്രമിച്ച് നോക്കട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും അതുവഴി ചാടി ഇന്ന് കയറി നോക്കട്ടെ ഗൈസ്. ഓക്കെ, ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി ഗൈസ് നമുക്ക് എന്തായാലും ഗൈസ് നമ്മുടെ ഈ ഒരു ഏതാണ് വലിയ ടയറൊക്കെ ഇട്ട് ഈ ഒരു മോൺസ്റ്റർ ഫോർച്യൂണറിൻ്റെ കീയും കാര്യങ്ങളൊക്കെ ഫൈനലി ഗൈസ് എന്തായാലും കിട്ടിയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, ഇച്ചിരി പണിയിട്ടാണ് ഞാൻ എടുത്തത്. ഓക്കെ, വെച്ചാൽ കീ മുകളിലല്ലായിരുന്നു ഗൈസ്. ഓക്കെ, അതാണ് ഒരു കാര്യമൊക്കെ. കീ മുകളിലല്ലായിരുന്നു. ഓക്കെ, കീ താഴെയായിരുന്നു. ഓക്കെ, പക്ഷെ ഞാൻ ഒരു പാട് ഇട്ട് ഗൈസ് ഒരു പോലീസുകാരും കാണാതെ എടുത്തു. ഓക്കെ, നമുക്ക് നോയ്സായിട്ട് മാക്സിമം അടിച്ചൊക്കെ മാറ്റാൻ നോക്കാം ഗൈസ്. ഓക്കെ ഓക്കെ ഇവിടെ ഇപ്പോൾ ഞാൻ എന്തായാലും ഈ വണ്ടിയുടെ ലോക്കുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കണ്ട ഗൈസ്. ഓക്കെ, അപ്പം അതൊക്കെ ഗൈസ് എന്തായാലും ആരും അറിയാതെ ഇവിടെ നിന്ന് ഒറ്റ ഓട്ടം വിടാം ഗൈസ്. ഓക്കെ, ഇപ്പം തന്നെ ഇവിടെ നിന്ന് സ്ഥലം വിടാം ഗൈസ്. ഓക്കെ, അല്ലെങ്കിൽ പോലീസുകാരും കാണും. ഓക്കെ, കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ഓക്കെ, പിന്നെ ഒന്നും പറയണ്ട. ഓക്കെ, എൻ്റെ കാര്യം തീർന്നു ഗൈസ്. ഓക്കെ, ഞാൻ എന്തായാലും ആരും കാണാതെ എടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ നമുക്ക് എന്തായാലും ഫസ്റ്റ് എന്തായാലും ആരും ചേച്ചി പറഞ്ഞ ലൊക്കേഷനിലോട്ടോ അതിനുമായിട്ട് നമുക്ക് ഫ്രണ്ടിലേക്കൂടെ പോകണ്ടേ. ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, വേറെ വല്ല പോലീസുകാരും വല്ല എന്നെ കണ്ടാലോ. ഓക്കെ, അതുകൊണ്ടാണ്. ഓക്കെ ഓക്കെ ആ ചേച്ചി പറഞ്ഞാൽ വീടിൻ്റെ ലൊക്കേഷനൊക്കെ അങ്ങ് ദൂരെയാണ്. ഓക്കെ, ഇച്ചിരി ദൂരെയാണ്. ഓക്കെ ഓക്കെ ഫ്രണ്ടിൽ പോലീസ് സ്റ്റേഷനാണ്. ഓക്കെ, എൻ്റെ ഫ്രണ്ടിൽ കൂടെ പാസ് ചെയ്ത് പോകേണ്ട കേസ്. ഓക്കെ, അവസാനം എനിക്ക് നല്ല 8ൻ്റെ പണി കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിലേ കൂടെ ഇങ്ങനെ ഓഫ് റോഡ് പിടിച്ച് പോകാം. എൻ്റെ പണി ഇത് പിന്നെ നൈസ് വണ്ടിയാണ് കണ്ടോ, വലിയ ടയറൊക്കെ ഇട്ടൊരു മോൺസ്റ്റർ കാർ പോലത്തെ ഒരു വണ്ടിയാണ്. ഓക്കെ, നല്ല ഇഷ്ടപ്പെട്ടോ, ഒറിജിനൽ ഗോൾഡും കൂടെയാണ്. ഓക്കെ, നമുക്ക് നേരെ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ ഫ്രണ്ടോട്ട് എടുക്കാം. ഓക്കെ ഓക്കെ ഇനി പോലീസുകാരൊന്നും വലുതായിട്ട് തന്നെ കാണത്തൊന്നും തന്നെ ഇല്ല. ഓക്കെ ഓക്കെ ആ ചേച്ചിയുടെ ലൊക്കേഷനുകളൊക്കെ ഏകദേശം എത്താറായിട്ടുണ്ട്. ഓക്കെ ഇവിടെ നിന്ന് നേരെ ലെഫ്റ്റാണ്. ഓക്കെ അപ്പോൾ നേരെ ലെഫ്റ്റ് എടുക്കാം. അയ്യോ മറിയല്ലേ, ഇത് മറിയണ ടെൻഡൻസിങ്ങളൊക്കെ ചെറുതായിട്ടുണ്ട് കേട്ടോ ഈ വണ്ടിക്ക്. അതെന്താണ് അങ്ങനെ മറിയണേന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ടയറിൻ്റെ വലിപ്പം കൊണ്ടാണ്. ഓക്കെ, ഭയങ്കര വലിപ്പം കൂടുതലാണ്. അതുപോലെ തന്നെ ബ്രേക്കൊക്കെ ഇടുമ്പോൾ വണ്ടി കംപ്ലീറ്റ് അങ്ങനെ ഇളകയാണ്. ഓക്കെ, അതാണ്. ഓക്കെ, വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല, എല്ലാം ഓക്കെയാണ്. ഓക്കെ അപ്പോൾ നൈസായിട്ട് ഈ വണ്ടിയും കൊണ്ട് പോവാം. ഓക്കെ, നമുക്ക് എന്തായാലും നൈസായിട്ട് എന്തായാലും ഈ വണ്ടി എടുത്തോണ്ട് നേരെ നമുക്ക് നമ്മുടെ ഏതാണ് ഈ ഒരു ചേച്ചിയുടെ വീട്ടിലോട്ട് കയറ്റാം. നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഈ വണ്ടിയില്ലേ, അയ്യോ അടിപൊളിയടേ ആളിയാ പണി പാളി. ഓ ജസ്റ്റ് ഞാൻ ഈ വണ്ടി പോയെന്ന്. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്തായാലും ഈ വണ്ടി ആരും കാണാതെ ഈ ഒരു ഷെഡിലോട്ടൊന്ന് കയറ്റിയിടാം. ഓക്കെ, ബാക്കിലോട്ട് ഈ വണ്ടി പോവില്ല ഗൈസ്. ഓക്കെ, റൂഫ് ഇടിക്കും. ഓക്കെ ഓക്കെ ഞാൻ അങ്ങനെ ഈ ഒരു വണ്ടി സേഫായിട്ട് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ആ ചേച്ചിയെ പോയി വിളിക്കാം. ആ ചേച്ചി എവിടെയാണെന്ന് ഞാൻ കണ്ടില്ല കേസ്. അങ്ങനെ എന്തായാലും ആ ചേച്ചിയെ വിളിച്ചോക്കാം. ചേച്ചിയേ
ചേച്ചി ചേച്ചി അറിയാൻ സാധനം ഞാൻ കൊണ്ടുവന്നു, ഇറങ്ങി വാ ചേച്ചി, പെട്ടെന്ന് വാ ചേച്ചി, സാധനമൊക്കെ കൊണ്ടുവന്ന്. കമോൺ ചേച്ചി വാ. ആ ചേച്ചി ഞാൻ നിങ്ങൾ പറഞ്ഞ പോലെ എല്ലാം ചെയ്തേ. ടാങ്ക് ചേട്ടാ, ഓ എനിക്ക് നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ട ടാങ്ക് ചേട്ടാ. ടാങ്ക് ഈ ഒരു സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. ടാങ്ക് ചേട്ടാ. ഓ ഇതിന് പകരമായിട്ട് ഞാൻ ചേട്ടൻ എന്ത് തരുമെന്ന് എനിക്കൊരു ഐഡിയ ഒന്നുമില്ല. ചേട്ടാ എൻ്റെ കൂടെ പുറകിലോട്ട് വാ, ഞാൻ ചേട്ടനൊരു കാര്യം കാണിച്ചു തരാം. എന്താണ് ചേച്ചി? ചേട്ടനൊന്ന് വാ, ഞാൻ കാണിച്ചു തരാം. വാ ചേട്ടാ, ചേട്ടൻ എൻ്റെ ഒക്കെ ഒരു സംഭവം ഉണ്ട്. വാ ചേച്ചി. എന്താണ് ചേച്ചി? പറഞ്ഞാ ചേച്ചി ഒന്ന്. ചേട്ടാ അത് ഞാൻ പറഞ്ഞേനെ ചേട്ടാ. ചേട്ടാ എൻ്റെ പുറകിലോട്ട് വാ. ആ ശരി ചേച്ചി വാ. ചേട്ടാ അവിടെ കുറേ കാർ കിടക്കണല്ലേ, അതിലേത് കാർ വേണമെങ്കിലും ചേട്ടൻ എടുക്കാം. എൻ്റെ വക ഒരു ഗിഫ്റ്റ്. കാരണം എൻ്റെ അച്ഛൻ വാങ്ങിച്ചത് എൻ്റെ എല്ലാം എൻ്റെ ഒരു ഫേവറേറ്റ് കാറാണ് ചേട്ടൻ എനിക്ക് എടുത്തു തന്നത്. ഓ അങ്ങനെയാണോ? പക്ഷെ എനിക്ക് വണ്ടിയൊന്നും വേണ്ട, എനിക്ക് ഓൾറെഡി ഒരു വണ്ടി ഉണ്ട്, ഒരു മാരുതി സുസുക്കിയുടെ ഒമിനി. അയ്യോ ചേട്ടാ അതൊക്കെ പഴയ വണ്ടിയല്ലേ, ഒരു പുതിയൊരു വണ്ടി കേട്ട്. എനിക്കൊരു കുഴപ്പമില്ല, എത്ര വണ്ടി വേണമെങ്കിലും ചേട്ടൻ എടുക്കാം, ഒരു കുഴപ്പമില്ല. എനിക്ക് സന്തോഷമേ ഉള്ളൂ, കാരണം വെച്ചാൽ എനിക്ക് വലിയൊരു സഹായമാണ് ചേട്ടൻ ചെയ്തതെന്ന്. എന്നാൽ ശരി, എന്നാൽ എനിക്ക് ആ അറ്റത്ത് കിടക്കണ ആ ഗോൾഡൻ റോൾസ് റോയ്സും പിന്നെ ആ ഗോൾഡൻ GTR മതി. അയ്യോ ചേട്ടാ കുറഞ്ഞു പോയല്ലോ. ഒരു കാര്യം ചെയ്യ്, ആ കിടക്കണ മഹീന്ദ്ര താറിൻ്റെ റോക്സും കൂടെ അങ്ങ് എടുത്തോ. അയ്യോ ചേച്ചി അത് വേണ്ട. കുഴപ്പമില്ല ചേട്ടാ, വണ്ടി എടുത്തോ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ആ കിടക്കണ മഹീന്ദ്ര താറിൻ്റെ റോക്സും കൂടെ എടുത്തോ. ആ പിന്നെ വേറൊരു ഗിഫ്റ്റും കൂടെ ഉണ്ട് ചേട്ടൻ അത് ഞാൻ കാണിച്ചു തരാം. ചേട്ടൻ ഫസ്റ്റ് ഒന്ന് കണ്ണടക്കി, ചേട്ടൻ ഒരു സ്ഥലം വരെ ഞാൻ കൊണ്ടോ. ആ ശരി ചേച്ചി, ഒരു മിനിറ്റ്. 2000 years later. ഓക്കെ ഗായ്സ്, ഇവിടെ ഇപ്പോൾ ഫൈനലി ഗൈസ് ഞാൻ അങ്ങനെ വലിയൊരു മില്യണയറുകളൊക്കെ ആയേക്കാണ്. ഓക്കെ, ആ ചേച്ചിയാണെങ്കിൽ ആ വണ്ടികളെയൊക്കെ കാണിച്ചിട്ട് എന്നെയും കൊണ്ടൊരു ഡ്രസ് ഷോപ്പിൽ പോയി എനിക്ക് ഇഷ്ടം പോലെ ഡ്രസ്സ് വാങ്ങിച്ചു തന്നു. അതേപോലെ തന്നെ എനിക്ക് വലിയൊരു അടിപൊളി ഒരു കിടക്കാച്ച് മാൻഷൻ വാങ്ങിച്ചു തന്ന്. അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ അല്ലാതെ തന്നെ വേറൊരു ഏതാണ് ലാൻഡ് റോവറിൻ്റെ ഒരു ഡിഫൻഡറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പുതിയതായിട്ട്. അതെല്ലാം മറ്റേ ഒരു താറെടുപ്പുണ്ട്. അതേപോലെ തന്നെ എൻ്റെ ഒരു പഴയ ഒരു ഒമിനിയില്ല, അത് കംപ്ലീറ്റ്ലി റിപ്പയർ ചെയ്ത് എൻജിൻ വരെ കംപ്ലീറ്റ് ചേഞ്ച് ചെയ്ത് പെയിൻ്റ് അടിച്ച് അടിപൊളിയാക്കി ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്, കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ എനിക്കാണെങ്കിൽ ഒരു കവാസാക്കി നിഞ്ച ZX 10R കൂടെ കവാസാക്കി നിഞ്ച H2R കൂടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ മാറിപ്പോയതാണ്. ഓക്കെ, ഒരു കവാസാക്കി നിഞ്ച H2R കിട്ടിയിട്ടുണ്ട്, പിന്നെ ഒരു ഗോൾഡൻ R15 കിട്ടിയിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ റോൾസ് റോയ്സ് ഗോൾഡൻ GTRും ഗോൾഡൻ മോൺസ്റ്റർ താറും കൂടെ കിട്ടിയിട്ടുണ്ട്. നൈസ് വണ്ടികളാണ് ഇതല്ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു ചേച്ചിക്ക് വളരെയധികം താങ്ക്സ്. ഓക്കെ, നമ്മൾ ആ ഒരു വലിയൊരു സഹായം ചെയ്തു കൊടുത്തോണ്ടാണ് നമുക്ക് ഇത്രയും വണ്ടികളെന്ന് വെച്ചാൽ ആ ഒരു വണ്ടി ആ ചേച്ചിയുടെ ജീവനായ വണ്ടിയായിരുന്നു. ഓക്കെ, അത്രയും പ്രിയപ്പെട്ട വണ്ടിയാണ്. ഓക്കെ, അച്ഛൻ വാങ്ങിച്ചെടുത്ത വണ്ടിയാണ്. ഓക്കെ ഓക്കെ അപ്പം നമ്മളങ്ങനെ ഫൈനലി അങ്ങനെ ഒറ്റ അടിക്കേണ്ട നമ്മളങ്ങനെ ഒരു വലിയൊരു മില്യണയർ കേരളമൊക്കെ ആയിട്ട് എന്തായാലും ഉണ്ട് കേസൊക്കെ, വേറെ ലെവലും കേരളമൊക്കെ ആണ്. ഓക്കെ, നമ്മളെന്താ സ്പീഡിലല്ല കേസ് ഒരു മില്യണയർ ആയ. ഓഫ് നൈസ് തന്നെ. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ ഇത്രയുള്ള കേസാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ എന്തായാലും നാളെ എന്തായാലും ഒരു പുതിയൊരു കിടലും വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വീണ്ടും വരുന്നതാണ്. ഓക്കെ, അപ്പോൾ പുതിയൊരു കിടലും വീഡിയോ ആയിട്ട് കാണുന്നവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. അല്ല അപ്പോൾ എല്ലാവരും ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.